ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂഷ്വൽ റെഡിമെയ്ഡ്സ് ആയിട്ടല്ല, പകരം കിഡ്സ് വെയർ ആയിട്ടാണ്. നമ്മുടെ യൂണിറ്റിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് കസ്റ്റമൈസ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഫ്രോക്സ് ആണ്. എല്ലാം തന്നെ നല്ല ഷെയ്ഡ്സ് ഒക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ള 4 ഒന്ന് ഫാസ്റ്റ് ആയിട്ട് കാണിച്ചു പോകാം. അപ്പം നമുക്കിവിടെ കിഡ്സ് വെയർ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് യെസ്, നമ്മൾ ഗേൾസിൻ്റെ എല്ലാ കൈൻഡ് ഓഫ് വർക്കും നമ്മൾ എടുക്കുന്നുണ്ട്. അതും ഇപ്പം ഒരു ബാപ്റ്റിസം ആയിക്കോട്ടെ, നൂലുകെട്ട്, അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒരു ഫംഗ്ഷൻ വേണമെന്നുണ്ടെങ്കിലും നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് റാണി പിങ്കിൽ ഇതുപോലെ യോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പിൻടെക്സ് ഒക്കെ ബോയ് ഉണ്ട്. അത്യാവശ്യം നല്ല ഗ്യാതറിങ്സും ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് നെറ്റ് ആണ് ഇതിൻ്റെ എല്ലാം മുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സാറ്റേൺ ആണെങ്കിലും ഹൈ ക്വാളിറ്റി സാറ്റേൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോട്ടൺ ഫാബ്രിക് ആണെങ്കിലും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂഷ്വലി നമുക്ക് റെഡിമെയ്ഡ്സിന് കിട്ടുന്ന ആ ഒരു ലൈനിങ് ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാകത്തില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഇതാ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. ഒരു പേസ്റ്റൽ ലൈലാക്ക് ആ ഒരു ഷെയ്ഡ് വരും. ഇതിൽ നമ്മൾ യോക്കിൽ ഒരു ഡിഫറെൻറ്റ് ഫാബ്രിക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്യാതറിങ്സാണ്. ഇത് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന് എത്ര വോളിയത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന്. ഇതിൻ്റെ എല്ലാം തന്നെ എൻഡിൽ ഇതുപോലെ നമ്മൾ ചെറിയ ഗ്യാതറിങ്സും ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് വൺ. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ഇതിൻ്റെ കളറാട്ടോ ഏറ്റവും അട്രാക്റ്റീവ്. ഇതൊരു ബിസ്ക്കറ്റ് ഷെയ്ഡാണ്, ലൈറ്റ് ബിസ്ക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണിലുള്ളവർക്കും ചേരുകയും ചെയ്യും. യൂഷ്വലി കാണുന്നതിനേക്കാൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇതിൽ നമ്മൾ എക്സ്ട്രാ ഫാബ്രിക്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എൻഡിലാണെങ്കിലും ഒരു ഗ്യാതറിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ വർക്ക് ആഡ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഒപ്പീനിയനിലൊക്കെയാണ് നമുക്ക് ഈ ബോ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിലും കുറച്ച് പേൾസ് മാത്രമൊക്കെ ആഡ് ഓൺ ചെയ്ത് അങ്ങനെ ചെയ്താലും ഭംഗിയായിരിക്കും. ഇതാണ് തേർഡ് വൺ വരുന്നത്. ആൻഡ് ലാസ്റ്റ് വണ്ണ് കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡാണ്, മെറൂൺ ഷെയ്ഡിൽ വരും. ഇതിന് ഇങ്ങനെ ഒരു സ്ട്രാപ്പ് സ്ലീവ്സ് ഒക്കെ കൊടുത്ത് ഇതുപോലെ പിൻടെക്സ് ഒക്കെയാണ് നമ്മൾ യോക്കിൽ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. ഇതിനും അത്യാവശ്യം ഫ്ലേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ കസ്റ്റമൈസേഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്യുക. എല്ലാ സൈസസും അവൈലബിൾ ആണ്. എല്ലാ കസ്റ്റമൈസേഷനും നമുക്ക് പോസിബിൾ ആണ്. താങ്ക്